സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ട് സിനിമകൾ കണ്ടു നടന്നിരുന്ന ഒരു കാലമുണ്ട്. ലോക ക്ലാസിക്കുകളൊക്കെ ആദ്യമായി കാണുന്നത് അങ്ങനെയാണ്. ബാറ്റിൽ ഷിപ്പ് പട്ടങ്കിലും, ബൈസിക്കിൾ തീവ്സും തുടങ്ങി ബഹുമാൻ്റെയും ക്രസോയുടെയൊക്കെ ചിത്രങ്ങൾ കണ്ട് നമ്മൾ കണ്ട് പരിചയിച്ച സിനിമയുടെ അന്തരീക്ഷത്തിനും അപ്പുറത്തേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ വിസ്മയിപ്പിക്കുന്ന സിനിമയുടെ ഒരു ലോകമുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. പിന്നീട് സിനിമയിലെത്തിയ ശേഷവും എവിടെയൊക്കെയും ഇത്തരത്തിലുള്ള സിനിമകൾ കാണാനുള്ള അവസരമുണ്ട് അവിടെയൊക്കെ ഞാൻ ചെന്നെത്താറുണ്ടായിരുന്നു. നമ്മുടെ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ കാലം തൊട്ട് സമയം ഉണ്ടെങ്കിൽ പോകാവുന്ന എല്ലാ ഫെസ്റ്റിവലുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ താമസിച്ച് മുഴുവൻ ദിവസങ്ങളിലും അവിടെ തന്നെ താമസിച്ച് സിനിമകൾ കാണാറുണ്ടായിരുന്നു. പിന്നീട് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗമായപ്പോൾ അതിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും സിനിമകൾ കാണാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിലൊക്കെ ഇരിക്കുന്നത്, അങ്ങനെ ഒരു ക്ഷണം കിട്ടിയാൽ എൻ്റെ എല്ലാ സൗകര്യങ്ങളും മാറ്റി വെച്ചിട്ട് അത് കാണാൻ, അല്ലെങ്കിൽ ആ ജൂറിയുടെ ഭാഗമായിരിക്കാൻ, സിനിമ കാണുക എന്നുള്ള മോഹം കൊണ്ട് ഞാൻ പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് നമ്മുടെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിനോടൊപ്പം പിച്ച് വെച്ച് നടന്ന ഒരു യുവത്വമുണ്ട് നമുക്ക്. അവരാണ് ഇന്ന് മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നവർ. മലയാള സിനിമയ്ക്ക് പുതിയ ഭാവുകത്വം നൽകാൻ പ്രാപ്തിയുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടായി വന്നത് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിലെയും ഫിലിം സൊസൈറ്റികളിലെയൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ച് എത്തിയവർ തന്നെയാണ്. പൊന്നാനിക്കും അത്തരത്തിൽ അഭിമാനിക്കാനായിട്ട് ഏതാനും ചലച്ചിത്ര പ്രതിഭകളുണ്ട്. ഷാനവാസ് ബാവക്കുട്ടിയുടെ ആദ്യത്തെ ചിത്രം കിസ്മത്ത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട ചിത്രമാണ്. സക്കറിയയുടെ സുഡാനി ഫ്രം നൈജീരിയയും ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. സാധാരണ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത്യപൂർവമായി മാത്രമേ ഞാൻ അതിൻ്റെ സംവിധായകനെ തേടി പിടിച്ച് നേരിട്ട് എൻ്റെ സന്തോഷവും എൻ്റെ ആ സിനിമ എനിക്ക് നൽകിയ ആനന്ദവും അനുഭവവും ഒക്കെ പങ്കുവയ്ക്കാറുള്ളൂ. സുഡാനി കണ്ടതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ സക്കറിയയുടെ നമ്പർ തപ്പിയെടുത്തു. സക്കറിയെ വിളിച്ചു. സക്കറിയക്ക് ആദ്യം ഞാനാണെന്ന് പറഞ്ഞിട്ടൊന്ന് ഒരു അമ്പരപ്പുണ്ടായിരുന്നു. ഞാനാണോ എന്ന് വിശ്വസിക്കാനൊരു മടിയുണ്ടായിരുന്നു. സക്കറിയുമായിട്ട് ഞാൻ എൻ്റെ ആ സിനിമയുടെ അനുഭവം പങ്കുവെക്കുകയും ചെയ്തു. പിന്നീടും നമുക്ക് ഇവിടുന്ന് തമാശ എന്ന ചിത്രത്തിൻ്റെ സംവിധാനം അഷ്റഫ്, ആ സിനിമയെ ഞാൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററുകളിൽ പോയി കണ്ടതാണ്. പിന്നെ നമുക്കെല്ലാം ഒരു വേദനയായിട്ട് ഷാനവാസ് ഉണ്ട്, സൂഫിയും സുജാതയുടെയും സംവിധായകൻ. പുതിയ തലമുറയിലെ അഭിനേതാക്കളും പലരും ഈ ഭാഗത്തു നിന്ന് സിനിമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും പുതിയ കാലത്തിൻ്റെ സിനിമയുടെ ഒരു പുതിയ വഴികളിലേക്ക് മലയാള സിനിമയെ കൊണ്ടുവരാൻ പ്രാപ്തരായ ചെറുപ്പക്കാരിൽ തന്നെയാണ്. ഇവരെല്ലാം എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ലോക സിനിമയുടെ പുതിയ കാഴ്ചകളെ സ്വയം തേടിച്ചെന്ന് കണ്ടുപിടിച്ച് അതിനെ ആസ്വദിച്ച് അതിൽ നിന്നും ഊർജം കൊണ്ടവർ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഫിലിം ഫെസ്റ്റിവലും ഇവിടെ ഇന്ന് ആരംഭം കുറിക്കുന്ന ഈ പുതിയ ആദ്യത്തെ പൊന്നാനി ഫിലിം ഫെസ്റ്റിവൽ ഭാവിയിൽ മലയാള സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള ഇനിയും പ്രതിഭാശാലികളായ നിരവധി സാങ്കേതിക പ്രവർത്തകരെ, സംവിധായകരെ, അഭിനേതാക്കളെയൊക്കെ സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ. ഇതൊരു തുടക്കമാകട്ടെ. ഇതൊരു വലിയ തുടക്കത്തിൻ്റെ, വലിയ ഒരു ഫെസ്റ്റിവലിൻ്റെ നൈരന്തര്യത്തിൻ്റെ തുടക്കമായി തീരട്ടെ. വരും വർഷങ്ങളിലും ഇതിനേക്കാൾ വിപുലമായിട്ട്, ഇതിനേക്കാൾ വലിയ പങ്കാളിത്തത്തോടെ, പ്രേക്ഷക പങ്കാളിത്തത്തോടു കൂടി തന്നെ കൂടുതൽ പ്രദർശനശാലകളിലൂടെ ഈ ഫെസ്റ്റിവൽ വളരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇത് സംഘടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ പിന്നിൽ അക്ഷീണമായിട്ട് പരിശ്രമിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ ഫിലിം ഫെസ്റ്റിവൽ ഒരു വലിയ വിജയമായി വരും നാളുകളിൽ, വരും വർഷങ്ങളിൽ സംഭവിക്കട്ടെ. അപ്പോഴൊക്കെയും ഇതിൻ്റെ ഭാഗമാകാൻ എനിക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ
പൊന്നാനി ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്വന്തം മുന്നിൽ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാവുക, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സിനിമകൾ ഉണ്ടാവുക, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സ് അവിടെ ഉണ്ടാവുക, അവരോട് സംവദിക്കാൻ പറ്റുക എന്നൊക്കെയുള്ളത് ഒരാഗ്രഹമായിരുന്നു. ഞാൻ 2004 മുതൽ IFFKയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും അടുത്ത് അവൈലബിൾ ആവുന്ന ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളത്. സത്യത്തിൽ ഇന്നിവിടെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഈ പ്രൗഢി എനിക്ക് മനസ്സിലായത്. തീർച്ചയായും ഇതിൻ്റെ സംഘാടകർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം സാംസ്കാരികമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ എല്ലാത്തരം വികസനങ്ങളെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. തീർച്ചയായും നമ്മുടെ നഗരപിതാവ് ആ കാര്യത്തിൽ വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. ഭരണം ഒക്കെ ആയി ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ഫിലിം ഫെസ്റ്റിവലിന് വലിയൊരു ഇടം നൽകാൻ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിൽ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. തീർച്ചയായും സിബി മലയിൽ സാറിനെ പോലുള്ള ഒരാളുടെ സാന്നിധ്യം ഈ ഫെസ്റ്റിവലിന് അങ്ങനെയാണ് നമ്മുടെ ഫെസ്റ്റിവലിനെ ഗൗരവകരമായി കണ്ട് വന്ന് നമ്മളോട് സംസാരിച്ച് ഇരിക്കുന്ന ആളുടെ വലുപ്പം നമ്മുടെ ഫെസ്റ്റിവലിനെയും സ്വാധീനിക്കും, നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ വലുപ്പത്തെയും അത് സ്വാധീനിക്കും. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷം നൽകുന്നുണ്ട്. എൻ്റെ എല്ലാവിധ ആശംസകളും ഈ ഫെസ്റ്റിവൽ കമ്മിറ്റിക്ക് നൽകുന്നു. തീർച്ചയായും അടുത്ത ഫെസ്റ്റിവൽ തീരുന്നവരെ പല സമയങ്ങളിലായിട്ട് സിനിമകൾ കാണാനും സംവദിക്കാനും ഒക്കെ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ആദരണീയ നഗരസഭാ ചെയർമാൻ ശിവദാസ് ഏട്ടൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഞാനേറെ ആരാധനയോടെ നോക്കിക്കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുതുല്യനായി കാണുന്ന സിബി മലയിൽ സാറ്, വേദിയിൽ സന്നിധിയിലായിരിക്കുന്ന എൻ്റെ സുഹൃത്ത് സക്കറിയ, സലാംക, മറ്റ് വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, എന്നെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നവരെ, വളരെ അഭിമാനത്തോടെയാണ് ഒരു പൊന്നാനിക്കാരൻ എന്ന നിലയിൽ ഈ ഡയസിന് മുന്നിൽ ഞാൻ നിൽക്കുന്നത്. കാരണം സിനിമാ സംവിധായകനായ ഷാനവാസ് കെ ബാബുക്കുട്ടിയേക്കാൾ എനിക്കിഷ്ടവും ഞാനേറെ എന്നെ ഇഷ്ടപ്പെടുന്നതും പൊന്നാനിക്കാരനായ പൊന്നാനിയുടെ സാംസ്കാരിക ഇടങ്ങളിൽ അത്ഭുതത്തോടെ എന്നും പൊന്നാനി നോക്കിക്കണ്ടിരുന്ന ഒരു പൊന്നാനിക്കാരൻ എന്ന രീതിയിൽ അഭിമാനം കൊള്ളുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് എന്നെ നോക്കിക്കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ മൂവ്മെന്റ് ഈ നിമിഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം ഉണ്ടാക്കുന്നുണ്ട്. പൊന്നാനിയിലെ മുൻപ് നടന്നുപോയ നിരവധി ചലച്ചിത്ര കൂട്ടായ്മകളിൽ പങ്കെടുക്കാനും അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളത് എന്നെ ഏറെ സന്തോഷവാനാക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതിൻ്റെ വളർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ പൊന്നാനി ഫിലിം ഫെസ്റ്റിവലിലൂടെ നമ്മുടെ പൊന്നാനിക്കാരൻ. അതിൻ്റെ ഒരു വലിയ അഭിമാനത്തിനും സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സിനിമാ സംവിധായകനായ ഷാനവാസിനോട് ഈ പൊന്നാനിയിലൊരു മീഡിയ പ്രവർത്തകൻ ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് അത് ഭയങ്കര രസകരമായ ചോദ്യമാണ്. ആ ചോദ്യം തന്നെയാണ് എന്നെ എപ്പോഴും ആവേശം കൊള്ളിക്കുന്നതും. ഒരുപക്ഷെ അയാൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചോദിച്ചതായിരിക്കാം, പക്ഷേ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം തന്നെയാണ് എന്നെ എന്നും ഇനി അടുത്ത സിനിമ ചെയ്യാനുള്ള ആഗ്രഹത്തിലേക്ക് എന്നെ കൊതിപ്പിക്കുന്നത്. ഷാനവാസ് എങ്ങനെ സിനിമ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം എന്നോട് ഇവിടുത്തെ ഒരു മീഡിയക്കാരൻ എന്നോട് ചോദിക്കേണ്ടത് ഇൻ്റർവ്യൂ. ഞാൻ സിനിമ കണ്ടത് സിനിമ ശ്വസിച്ച്, സിനിമ കഴിച്ച്, സിനിമ സംസാരിച്ചിട്ട് ആണ് സിനിമ പഠിച്ചത്. എന്നെ സിനിമയിലേക്ക് എത്തിച്ചതിൻ്റെ പ്രധാന കാരണക്കാരനായ സുധീർ കരുവടി, ഞാൻ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് എന്നെ കൊണ്ടുപോയ എൻ്റെ പ്രിയ സുഹൃത്ത് സുധീർ കരുവടിയുടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് IFFKക്ക് ആദ്യമായിട്ട് ഞങ്ങൾ സുധീർ കരുവടിയാണ് ഓൺലൈനിൽ എനിക്ക് പാസ് സംഘടിപ്പിച്ചു തന്നിട്ട് ഞങ്ങൾ ട്രെയിൻ കയറിപ്പോയ യാത്ര എന്ന അതിമനോഹരമായൊരു വിഷ്വലായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്.
എനിക്കൊരു കുഴപ്പമുണ്ട്, രാത്രി ഉറക്കത്തിൽ അലറിക്കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ വായ പൊത്തിയാൽ ഞാൻ തിരിച്ച് കടിക്കും. സുധീർ കരിവടി പാവം അറിയില്ല എനിക്ക് അലറിന് അസുഖമുണ്ട് എന്നുള്ളത്. സുധീർ കരിവടിക്കേണ്ട സുധീർ അലറി എൻ്റെ വായ പൊത്തി അയാളെ കൈ ഞാൻ പിടിച്ച് കടിച്ചു. രാത്രി 2 മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഡോക്ടർ ചോദിച്ചത് എന്താ പറ്റിയെന്ന്. അറിയാൻ പറ്റും, ഇത് കടിച്ചതാന്ന് പറയാൻ പറ്റും. അവർക്ക് ഡൗട്ട് ഞങ്ങളെന്തോ കാര്യമായിട്ട് സംഘടനത്തിൽ ഗുണ്ടാ സംഘത്തിൽ അങ്ങനെകളാണ്. എന്നീ സുധീർ കരിവടിയൊക്കെ കണ്ടപ്പോൾ ഗുണ്ടകൾ പോലെ തോന്നണമില്ല. ഇനി പോകുമ്പോൾ ഗുണ്ടകളുടെ പുതിയ വേർഷനാണോ? കാരണം സമൂഹം ഗുണ്ടകൾക്കൊരു രൂപം കൊടുത്തിട്ടുണ്ട്. ആ രൂപത്തിലേക്ക് ഞങ്ങൾ എത്തുന്നില്ല. ഡോക്ടർ ഒരു ലേഡി ഡോക്ടറാണ്, ചെറുപ്പക്കാരിയാണ്. അവർ കുറേ നേരം അന്താളിച്ചിരുന്നു. ഇതെന്താ പറ്റിയപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, ഇത് കടിച്ചെന്ന് പറയാൻ പറ്റും. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ കടിച്ചതാണ്. ഡോക്ടറിനെ ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്. അപ്പം ഇത്തരം രസകരമായ സംഭവങ്ങളിലൂടെ നടന്നാണ് എൻ്റെ ഉമ്മ എന്നെ പെറ്റപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ നിന്ന് വർത്തമാനം പറയാൻ പഠിച്ചിട്ടില്ല. നിരവധി വീഴ്ചകൾ വീണ് നടന്നു, ഓടി, ചാടി, മറിഞ്ഞ്, ആ മറച്ചിലും ചാടലിലും ഒക്കെ എന്നെ കൂടുന്നത് എൻ്റെ നാട്ടുകാരാണ്. അപ്പോൾ ആ നാട്ടിൽ വലിയ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നു, വലിയ പ്രസ്ഥാനം ഉണ്ടാവുന്നു. അതിൽ ഒരു അംഗമാവാൻ, ഒരു കാഴ്ചക്കാരനാവാൻ, അതിൽ ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റുന്നു എന്നുള്ളത് തന്നെ ഏറെ അഭിമാനം ഉണ്ടാവുന്നു. ഒരു പൊന്നാനിക്കാരൻ എന്നുള്ളതിൽ ഞാൻ നോക്കിക്കാണുന്ന പൊന്നാനി എന്ന് പറയുന്നത് പൊന്നാനി മുനിസിപ്പൽ വിസ്തൃതിയിലോ അല്ലെങ്കിൽ പൊന്നാനി താലൂക്കിൽപ്പെട്ട 5 പഞ്ചായത്തുകളോ ചേർന്നിട്ടില്ല. ഈ ലോകം മൊത്തം പൊന്നാനിയായിട്ടാണ് ഞാൻ കാണുന്നത്. ലോകം മൊത്തം പൊന്നാനിയാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും എനിക്ക് പൊന്നാനിക്കാരാണ്. ലോകത്തിലെ എല്ലാ സഹജീവികളും എനിക്ക് പൊന്നാനിക്കാരാണ്. അപ്പം അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഈ പരിപാടിക്ക് ഒരാശംസ അർപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യം ആണ്. അതിൻ്റെ ആവശ്യം എനിക്കുണ്ടോ എന്ന് വെച്ചില്ല എന്ന് പറയും. കാരണം അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു കുട്ടിയുടെ ആവേശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എങ്കിലും ഈ പരിപാടി സംഘടിപ്പിച്ച, ഈ പരിപാടിയോട് ഇത്രയും വലിയ പരിപാടി ഏറ്റെടുക്കാൻ നടത്താൻ സന്മനസ് കാണിച്ച എൻ്റെ സുഹൃത്തുക്കൾക്ക്, പൊന്നാനി ഫിലിംസ് സംഘാടകരായ പൊന്നാനി ചലച്ചിത്ര പ്രവർത്തകർക്ക്, MTM കോളേജിലെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് പൊന്നാനിയിലേക്ക് കടന്നു വരാനും ഈ പരിപാടിക്ക് ഉദ്ഘാടനത്തിൻ്റെ തിരി തെളിയിക്കാനും സന്നദ്ധനായ ഞങ്ങളുടെ പ്രിയ സംവിധായകൻ സിബി സാർ. ഞാൻ ഇന്നലെയാണ് മുത്താരംകുന്ന് PO കണ്ടത്. സത്യം പറഞ്ഞാൽ സിബി സാറിനെ വരും കാണുന്നുള്ള അർത്ഥത്തിൽ കണ്ടല്ല, മുത്താരംകുന്ന് PO വീണ്ടും കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്ത് മനോഹരമായ സിനിമ. ഇതൊക്കെ ഈ കാലത്ത് വളരെ വാല്യൂ ഉള്ള ഒരു സിനിമ. അത് കാണാനിടയത് ഏതൊരു വാർത്താ ചാനലില് ഏതൊരു സ്ഥാനാർത്ഥി മത്സരിക്കാതെ മുങ്ങിയപ്പോൾ അതിനെ കുറിച്ച് ആ പാസിങ് കണ്ടപ്പോഴേ യൂട്യൂബിൽ പോയിട്ട് മുത്താരംകുന്ന് PO. അപ്പൊ കാലത്തിന് അതിജീവിക്കുന്ന സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാലത്തിന് മുന്നേ സഞ്ചരിക്കുക എന്നുള്ളതും എളുപ്പമല്ല. നന്ദി സാർ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. All the guests of honor, thank you so much, sir. It is a great privilege for somebody from Darjeeling, from northeast of India, to come to Kerala and show an independent film. And I can't thank enough to the organizing committee, to Ponani Film Festival, because it takes lot of efforts to start a film festival. I know, because I was in Delhi University Film Society, so we started a film festival back then in 2012, and it took us a lot of efforts to bring films from all over the world over there. And being an independent filmmaker, all we want is to take our story to different places, many new places. And we always think our film will go to some international film festival, but it is also important for the film to go to the smaller cities, the smaller towns of this country, so that people sitting in Ponnani can know about the stories of Northeast India. So when I started to make this film, it is a story from a very remote village in northeast in Assam, and that story I never thought could come here to Ponnani, and because of this film festival it is being possible. So thank you so much for that. And I think it is very important for young filmmakers to watch different kind of cinema at a very young age, so that they can start early. Like I have been fortunate enough from my family, I could watch Satyajit Ray and Akira Kurosawa, great filmmakers, and their cinema, and that's why I could start from the time when I was in college. So maybe in Ponnani also some young filmmakers will watch different cinemas in the festivals, and after 2 years we can see filmmakers from Ponnani getting their films around across the world. So I think this is a very great initiative, and I am very thankful for getting a film from Northeast India to Kerala.
and showing it to people. Thank you so much. So much for having me and my friend Prithviraj here, and it's great honor to be here in front of us. Thank you everyone. Thank you the members of the festival. And just like my friend said, that it's very important for young filmmakers to watch different films, and even for us, like we independent filmmakers always try to make something which is not covered by the mainstream cinema. So when we make something different and something which we want people to see, so it's very humble, like we feel very honored when our films are showcased in different parts of the country, of the world, and people of our country from very small towns are able to watch our films and take away something. They'll take away something, we'll take away something, and meet new people, make new friends, and exchange knowledge of films. So I think it's a very great opportunity for us and for all of us to watch different kind of cinema and learn from it. So thank you so much for having us. Thank you, sir. ഒരുപാട് നല്ല സിനിമകൾ ഇവിടെ പിറവിയെടുക്കും എന്ന് തന്നെയാണ് ഒരു പൊന്നാനിക്കാരൻ എന്നുള്ള രീതിയിലും മലയാള സിനിമയിലെ ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിലും ഞാൻ ആശിക്കുന്നത് നിങ്ങളോടൊപ്പം.